അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയിനായിട്ട് തന്നെയാണ് കുറേ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യണം. അമരപ്പയറാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പീസിൽ നിന്നാണ് നമുക്ക് ഇത്ര പാട്. നമ്മളിപ്പോൾ ഏകദേശം 2-3 കിലോ കട്ട് ചെയ്ത് ഓൾറെഡി ഇവിടുന്ന്. അതിൻ്റെ ബാക്കിയാണ് ഉള്ളത്. അമരപ്പയറാണ് കൂടുതലായിട്ട് ഉള്ളത്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരുപാട് കുറച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു 1 വീക്കായി ഇപ്പോൾ കട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതേപോലെ തന്നെ വെള്ളരിക്കുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. വെള്ളരിക്കും കുറേ സെറ്റായിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഈ കാണുന്നൊരു സ്ഥലത്താണ് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് 1 മന്തായിട്ട് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് കൂടുതൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇതുപോലുള്ള ഒറ്റൊരു പയറെന്നാണ് നമ്മൾ ഇത്തിരി ഉണ്ടാക്കിയത്. ആകെ 5 വിത്താണ് ഇതിലുണ്ടാവുക. ഇതുപോലെ ഒറ്റ നിന്നാണ് നമ്മൾ ഇതുണ്ടാക്കിയത്. ഇതിൽ നിന്നിപ്പം ഏകദേശം 3-4 കിലോ നമ്മൾ പറിച്ചു കഴിഞ്ഞിനി ഇതിനു മുമ്പ്. അതുപോലെ തന്നെ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോളമുണ്ട്. ചോളം നട്ടിട്ട് ചോളം നട്ടിട്ട് കുറച്ചായി. അത് ഏകദേശം ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. പക്ഷെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ചോളം. ഇതിനു മുമ്പ് ഇപ്പോൾ 1 മാസം നമ്മൾ കണ്ടിന്യൂസ്ലി വെണ്ടക്ക കുറേ കട്ട് ചെയ്തിരുന്നു. വെണ്ടക്ക ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത സ്പോട്ടാണ്. ഒരുപാട് കട്ട് ചെയ്തിരുന്നു. ആക്ച്വലി ഇന്നത്തെ ജനറേഷൻ ഇതിനോട് താല്പര്യം വളരെ കുറവാണ്. ചെറിയൊരു സമയം, അതായത് ഒരു 1 അവർ ഡെയിലി അല്ലെങ്കിൽ ഒരു ½ ആൻ അവർ ഡെയിലി പരിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. എന്തെങ്കിലും നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു പൂട്ടാൻ മാത്രം മതി. അതിൻ്റെ സന്തോഷം വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ പറ്റുന്ന ടൈം ഇതിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ½ ആൻ അവർ മതി. ഡെയിലി ഒരു ½ ആൻ അവറോ ജസ്റ്റ് വെള്ളം നനക്കുക, ഈവനിങ് വെള്ളം നനക്കുക. അങ്ങനെയുള്ള ചെറിയ സ്പേസും കൂടുതൽ വേണ്ട. നമ്മുടെ വീടിൻ്റെ ടെറസ് ആയാലും ശരി, എവിടെയായാലും ശരി, നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എളുപ്പമാണ്. ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ താമസിക്കുന്നത് ദുബായിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു സ്പേസ് കൊണ്ട് കാണാൻ അത്രേ ഉള്ളൂ, കാണുന്നില്ലേ? ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഏകദേശം 1 മന്തിന് മുകളിലായിട്ട് നമ്മളിപ്പം ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് മുമ്പ് നല്ല ചൂടായിരുന്നു. ആ ചൂട് മാറി ഉടൻ തന്നെ തുടങ്ങിയതാണ്. അതനുസരിച്ച് നമുക്കിപ്പോൾ കിട്ടിത്തുടങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ കാണുന്നില്ലേ, വെള്ളരി ഇപ്പോൾ ഇതൊക്കെ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വെള്ളരിക്ക അവിടെയൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 3-5 പീസ് ഉണ്ട് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ തക്കാളിയാണ്. തക്കാളി ഏകദേശം 1-2 ചെടി മാത്രമേ ഉള്ളൂ തക്കാളീൻ്റെത്. പക്ഷെ പിടിച്ചു തുടങ്ങി. ഏകദേശം ഒരു വക എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചെറിയ സ്പേസ്, ചെറിയ കാര്യങ്ങൾ ആണല്ലേ, പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇത് പെട്ടെന്ന് പിടിക്കും. ഒരു മാസം ടൈം വേണ്ട. ഏകദേശം ഞാൻ പറഞ്ഞ ഒരു മാസം ഏകദേശം ആയിട്ടുണ്ടാവും. 1 മാസം ടൈം കൊണ്ടാണ് ഇത്രയും വളർന്നത്. ചാണകം മാത്രമാണ് ഇട്ട് കൊടുത്തത്. ചാണകമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ എക്സ്ട്രാ നമ്മളൊന്നും വേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മൾ ആവശ്യത്തിന് മാത്രമേ, ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ആ സെയിം ടൈമിൽ വന്നിട്ട് ഒരു 10-20 എണ്ണം കട്ട് ചെയ്ത് എടുക്കലാണ്. അപ്പോൾ അതാകുമ്പോൾ
നാച്ചുറൽ ആയിട്ടുള്ള സാധനം കിട്ടും. സെയിം ടൈം ഫ്രിഡ്ജിലും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സെയിം ടൈമിൽ വരും. അതേപോലെ തന്നെ ആവശ്യത്തിന് വറക്കാൻ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യും. പക്ഷെ ഇന്നിപ്പോൾ ഒരുപാട് ആയി നമ്മളെ ഏകദേശം നല്ല രീതിയിൽ നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഓൾറെഡി. മൂത്ത് അല്ലെങ്കിൽ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഒന്നും. അത് ചള്ളായിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാണകമാണ് ബെറ്റർ. ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വസ്തു നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. വെറും ചാണകത്തിൽ മാത്രമേ നിൽക്കുന്നത്. അതിലാണ് ഇത്രപാട് നമുക്ക് ക്വാണ്ടിറ്റി വളമെടുക്കാനും പറ്റിയത്. കണ്ടില്ലേ, ഒറ്റൊരു പൂവിൻ്റെ കൊലയിൽ വരുന്ന പിടിച്ച സാധനം ഇത് മൊത്തം. കുറച്ച് ഹൈറ്റിൽ കയറിപ്പോയിന്, അതുകൊണ്ട് നമുക്ക് താഴെ നിർത്തുന്നില്ല. ഇത് ടോപ്പിലോളം മുകളിലോളം ഇതേ ഉള്ളൂ സാധനം. നല്ല തണുത്ത കാറ്റും വെതറേ ചേഞ്ച് ആയി ഇവിടുത്തെ. ഏകദേശം നല്ല ഇപ്പം ഇന്നലൊക്കെ 20 ആണെന്ന് തോന്നുന്നു അതിൻ്റെ വെതർ. അപ്പോൾ കണ്ടില്ലേ, ഇത്രത്തോളം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 കിലോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെയിറ്റ് ഒന്ന് നോക്കി നോക്കാം. 3 കിലോയിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.